നമസ്കാരം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒടുവിൽ രാജിവെച്ചിരിക്കുന്നു. ജൻസിക്ക് മുന്നിൽ ഒടുവിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും മുട്ടുമടക്കിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യം കണ്ട സമാനതകളില്ലാത്ത വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിലാണ് ഈ നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വാങ്ങാൻ കേന്ദ്ര സർക്കാർ ഒട്ടും തയ്യാറായിരുന്നില്ല. കാരണം BJPയുടെ വലിയൊരു തന്ത്രജ്ഞനാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഹരിയാനയിലും ബംഗാളിലും ഒഡീഷയിലുമൊക്കെ പാർട്ടിയെ വിജയത്തിലെത്തിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അപമാനിച്ചിറക്കി വിടാൻ സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നില്ല. പകരം അദ്ദേഹത്തെ മറ്റൊരു മന്ത്രിസ്ഥാനത്തേക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഒഡീഷയുടെ മുഖ്യമന്ത്രിയാക്കി മാറ്റാനോ ഒക്കെയായിരുന്നു ഭരണകൂടം ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ ഒത്തുതീർപ്പുകൾക്കും വഴങ്ങാൻ നമ്മളുടെ വിദ്യാർത്ഥികൾ തയ്യാറായിരുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് വിദ്യാർത്ഥികൾ അടിയുറച്ച നിലപാടെടുത്തു. പ്രത്യേകിച്ച് ഇന്നലെ വിദ്യാർത്ഥികൾ ഭരണകൂടത്തിന് നൽകിയ മുന്നറിയിപ്പ് ഏറെ ശ്രദ്ധേയമായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന ആവശ്യം കേന്ദ്രം അംഗീകരിച്ചില്ലെങ്കിൽ ഈ സമരം ഇവിടെയെങ്ങും നിൽക്കുകയില്ലെന്നും അടുത്തതായി സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ രാജി ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് സമരത്തെ വളർത്തുമെന്നും വിദ്യാർത്ഥികൾ തുറന്നടിച്ചത് കേന്ദ്ര സർക്കാരിനെയും ഭരണകൂടത്തിനെയും ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയത് വിദ്യാർത്ഥികളുടെ ഈ ഉറച്ച നിലപാടായിരുന്നു. ഡൽഹിയിൽ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ ബലം പ്രയോഗിച്ച് നേരിടാനാണ് അധികാരികൾ ശ്രമിച്ചത്. വിദ്യാർത്ഥികൾക്ക് നേരെ കടുത്ത ലാത്തിചാർജുകൾ നടന്നു. കണ്ണീർ വാതകങ്ങൾ പ്രയോഗിച്ചു. സമരങ്ങൾ ഏകോപിപ്പിക്കാതിരിക്കാൻ ഇൻ്റർനെറ്റും മൊബൈൽ നെറ്റ്വർക്കുകളും വരെ റദ്ദ് ചെയ്തു. പക്ഷേ പോലീസിൻ്റെ മർദ്ദനത്തിനും ഭീഷണിക്കും മുന്നിൽ തോറ്റുകൊടുക്കാൻ നമ്മുടെ ജൻസി തയ്യാറല്ലായിരുന്നു. അവർ തെരുവിൽ ഉറച്ചു നിന്നു. സമരം ഒടുവിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് വരെ വ്യാപിക്കുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. ഇതിനു പുറമെ ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ സമരം ഇനി രാജ്യവ്യാപകമാകുമെന്നും എല്ലാ ജില്ലാ കളക്ട്രേറ്റുകൾക്ക് മുന്നിലും മെഴുകുതിരി മാർച്ചും ശക്തമായ പ്രതിഷേധങ്ങളും നടത്തുമെന്നും വിദ്യാർത്ഥികൾ കനത്ത മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രിയുടെ രാജി എന്ന പുതിയ ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതും ജനരോഷം ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലേക്കും പടരുന്നതും തടയാൻ മറ്റു വഴികളില്ലാതെ ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിക്കത്ത് അംഗീകരിക്കാൻ ഭരണകൂടം നിർബന്ധിതരാകുകയായിരുന്നു. ഇത് കേവലം ഒരു മന്ത്രിയുടെ രാജിപ്രഖ്യാപനം മാത്രമല്ല, സ്വന്തം അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി പോരാടിയ ഒരു പുതിയ തലമുറയുടെ ചരിത്രപരമായ വിജയമാണ്. വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി സുതാര്യമായ ഒരു പരീക്ഷാ സംവിധാനം ഉറപ്പുവരുത്താൻ ഈ പോരാട്ടത്തിന് കഴിഞ്ഞു. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശക്തി ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് തെളിയിച്ച ഈ വിദ്യാർത്ഥികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികളുടെ വിജയത്തിൻ്റെ വാർത്ത നിങ്ങളുടെ സഹപ്രവർത്തകരിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ മറക്കരുത്. വിദ്യാർത്ഥികളുടെ ഈ വലിയ വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയും ബൈ.